ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി ചമ്മന്തിയുടേതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ അവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലി. ഈ മല്ലി ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 10 വറ്റൽമുളക്, അത് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇനി അതിലേക്ക് 20 ചുവന്നുള്ളി, ഒരു 5 വെള്ളുള്ളി, ഇത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് കരിഞ്ഞു പോകാതെ നല്ലൊരു ബ്രൗണായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വാളംപുളിയാണ്. അതായത് ഒരു നെല്ലിക്കയുടെ പകുതി ഉണ്ടാവും. നമ്മൾക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള വാളംപുളി കൂടി ചേർത്ത് നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഉള്ളിയും മുളകും മല്ലിയെല്ലാം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ആ തണ്ടടക്കം നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് കൂടി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി അത് ചൂടൊന്ന് ആറട്ടെ. അപ്പോൾ ചൂട് ആറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ചെറിയുള്ളിയും, വലിയ ചെറിയുള്ളിയും പിന്നെ ആ വെള്ളുള്ളിയും ഞാൻ അത് പെറുക്കി മാറ്റിയിട്ടുണ്ട്, വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന വലുതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്, കുറച്ച് അതിലുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ആ വറുത്ത് വെച്ച മുളകും മല്ലിയും എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് 2 കറക്കൽ കറക്കുക. അല്ലേ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഉള്ളി കൂടി ചേർത്തിട്ട് ഇതേമാതിരി ഒരു 2 കറക്കൽ മാത്രം കറക്കിയാൽ മതി. കൂടെ ആ തവ കഴുകിയ ഒരു 1.5 സ്പൂൺ വെള്ളം അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഇതേപോലെ മല്ലി ചേർത്ത് നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി എല്ലാം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് തൂവി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുക, അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി മാത്രം മതി. അപ്പോൾ അടിപൊളിയായില്ലേ. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.